നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. ബാക്കിയുള്ളത് ചെയ്യാൻ ദൈവത്തിനെ അനുവദിക്കുക. സ്വന്തം പ്രയത്നത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നതല്ല നിങ്ങളുടെ പരമാവധി ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൽപ്രവൃത്തികൾ കറ പിടിച്ച തുണിക്കഷ്ണങ്ങളാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. വിശ്വാസത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിന് തുല്യമാകാൻ ശ്രമിക്കുന്നത് ന്യായാധിപന് കൈക്കൂലി നൽകാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ദൈവം പൂർണ്ണതയെ ആഗ്രഹിക്കും, എന്നാൽ നാം എല്ലാവരും ആ നിലവാരത്തിൽ നിന്ന് വീണുപോയവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയുള്ള ജീവിതം യേശു ജീവിച്ചു. നമ്മുടെ പാപത്തിന്റെ കടം പൂർണ്ണമായും അടച്ചു തീർത്തു. ദൈവമക്കൾ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തോടുള്ള എൻ്റെ അവകാശവാദം യേശു മാത്രമാണ്. യേശുവാണ് ഏക വഴി. എൻ്റെ നല്ല പ്രവൃത്തികൾക്ക് യാതൊരു അർത്ഥവുമില്ല. രക്ഷയ്ക്ക് യേശു മാത്രം മതി. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഫലമാണ് മാനസാന്തരം. എന്നാൽ അത് നിങ്ങളെ രക്ഷിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കും എന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ തെളിവ്. ഒരു ക്രിസ്ത്യാനി വചനമനുസരിക്കുന്നത് നമ്മുടെ അനുസരണം കൊണ്ട് നമ്മെ രക്ഷിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതിന് നമ്മൾ വളരെ നന്ദിയുള്ളവരാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നാം അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവിൽ ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങളുടെ പരമാവധി നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ കഠിനാധ്വാനം ചെയ്യുവാൻ ദൈവം നിങ്ങളോട് പറഞ്ഞാൽ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. സ്വയം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യരുത്. അത് ബൈബിൾ വിരുദ്ധവും അപകടകരവുമാണ്. കർത്താവിൽ മാത്രം ആശ്രയിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.